എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് നല്ല അനുഭവങ്ങളുണ്ടായി. അവരുടെയൊക്കെ കമൻറ്റുകളാണ് ഞാൻ ഇതിനകത്ത് എൻക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം ഈ ചാനൽ ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് കാണുന്നവരാണ്, അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലത്തെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനുമായാലും ഫാമിലിക്കായാലും ആരെങ്കിലും ആയിക്കോട്ടെ, അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോസ്. അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഈ ഒരു ചാനലിൻ്റെ ഉദ്ദേശം ഞാൻ ഓൾറെഡി പറഞ്ഞു. എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ തോന്നിയതും. പലരും എന്താ പറയുക, പിന്തിരിപ്പിക്കാൻ നോക്കി. അതായത് നമുക്ക് നമ്മുടെ നന്മ എന്തിനാ വെറുതെ എല്ലാവരെയും ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നവരായിട്ട് കുറച്ച് പേരുണ്ട്, നമുക്ക് ചുറ്റുമുണ്ടാവും എന്നുള്ളൊരു വിശ്വാസം. അതായിരുന്നു ഈ ഒരു ചാനലിൻ്റെ ഒറ്റ ഉദ്ദേശം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ദേശമായാലും അല്ലെങ്കിൽ ദൂരെയൊക്കെ വർക്ക് ചെയ്യുന്നവർ കാണുമ്പോൾ അപ്പോൾ അവർക്കൊക്കെ എന്താ പറയുക, ഒരുപാട് വിഷമങ്ങൾ. അവർക്ക് പണം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും പണം എന്നുള്ളത് നമുക്കൊരു മനസ്സമാധാനം തരുമോ? ഇല്ല. അപ്പോൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ. എന്നാൽ പണമില്ലാതെ നമുക്ക് ജീവിക്കാനും പറ്റില്ല. ചില്ലറ എന്താ പറയുക, തട്ടിക്കുട്ടിയൊക്കെ ജീവിക്കാൻ പറ്റും. പക്ഷേ എന്നാലും അങ്ങനെ കൊണ്ടൊരു കാര്യമായില്ല. അപ്പോൾ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമായിട്ട് എത്തിച്ചേരണമെങ്കിൽ നമ്മുടെ എഫേർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ അന്യദേശത്തുള്ളവർക്ക് വിഷമങ്ങളില്ല എന്നൊന്നുമില്ല. അവർക്കും അവരുടേതായ ഇപ്പോൾ പാരൻസിനെ വിട്ട് നിൽക്കുന്നതിൻ്റെ വിഷമം, പല രീതിയിലുള്ള വിഷമങ്ങൾ കാണും. അപ്പോൾ അതൊക്കെ അവർക്ക് ആ ഒരു സ്ട്രെസ്സിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ചിലപ്പോൾ അവരുടെ അടുത്ത് ഒരു നല്ല വാക്ക് പറയാൻ പോലും ചിലപ്പോൾ ആരും ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും ഹെൽപ്ഫുള്ളായിരിക്കും ഈ വീഡിയോ. ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അവർ എല്ലാ ദിവസവും വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞുള്ള കമൻറ്റുകളും കൂടെ കാണുമ്പോൾ ശരിക്കും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാര്യം വരാഹി ദേവി അത്രയും പവർഫുള്ളായിട്ടുള്ള ദേവിയാണ്. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം നമ്മുടെ ഒരു ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വരാഹി ദേവിയുടെ മന്ത്രശക്തി കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് വരാഹി ദേവി ആരാണ് എന്നുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുന്നു. എല്ലാവർക്കും അറിയാം, വരാഹി ദേവി എന്ന് പറയുന്നത് വരാഹരൂപം കൊണ്ട ദേവിയാണ്. ശരിക്കും ഒരു ശക്തിയുടെ, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ പോലുള്ള ഒരു ഏറ്റവും ശക്തി സ്വരൂപിണിയായിട്ടുള്ള ഒരു ദേവിയാണ് വരാഹി ദേവി. വിഷ്ണുവിൻ്റെ പന്നിയുടെ പ്രതീകമായ വരാഹത്തിൻ്റെ രൂപം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അതേപോലെ വരാഹി അമ്മയ്ക്ക് വരാഹരൂപം പൂണ്ട ദേവിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയും മൃഗരൂപം പൂണ്ടതായതുകൊണ്ട് തന്നെയും വളരെ ശക്തിയായിട്ടുള്ള ദേവിയാണ്. പല പേരുകളിലാണ് വരാഹി അറിയപ്പെടുന്നത്. വാർത്താളി, വാരാഹി, പന്നിമുഖി, അങ്ങനെ പല പേരുകളിൽ. അപ്പം നമ്മുടെ 7 മാതൃദേവതകളിൽ ഒരാളാണ് വരാഹി അമ്മൻ, അല്ലെങ്കിൽ സപ്തമാതൃകൾ. അപ്പോൾ മിക്കവാറും ഉള്ള എല്ലാ ക്ഷേത്രങ്ങളിലും, അതായത് സപ്തമാതാക്കളുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും വരാഹിയുടെ ഒരു പ്രതിഷ്ഠ ഉണ്ടായിരിക്കും. എന്നാൽ വളരെ കുറച്ച്, കേരളത്തിൽ വളരെ കുറച്ച്, തൃശ്ശൂർ, എറണാകുളം, പേട്ട, അതായത് നമ്മുടെ തിരുവനന്തപുരം, അവിടെയൊക്കെ വരാഹി അമ്മയുടെ പ്രതിഷ്ഠയോട് കൂടിയ അമ്പലങ്ങളുണ്ട്. അപ്പോൾ അതല്ലാതെ നമുക്ക് ഔട്ട്സൈഡ് കേരളയും ഉണ്ട്. അതായത് നോർത്ത് ഇന്ത്യൻസ് കൂടുതൽ വരാഹി അമ്മയെ പൂജയൊക്കെ ചെയ്ത് ഭയങ്കര ഫെസ്റ്റിവലും കാര്യങ്ങളും, അവർക്ക് ഒരുപാട് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരാഹി അമ്മയുടെ പൂജകളെന്ന് പറയാനായിട്ട്, എടുത്തു പറയാനായിട്ട് വലിയ പൂജകളോ നിഷ്ഠകളോ ഒന്നും തന്നെ വരാഹി ദേവിക്കില്ല. അതുകൊണ്ട് തന്നെയും നമ്മളുടെയൊക്കെ ഒരു വിശ്വാസമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വിശ്വാസമില്ലാതെ നമുക്കറിയാവുന്ന കാര്യമാണ്. വിശ്വാസമില്ലാതെ നമ്മൾ ഏതൊരു കാര്യത്തിൽ ചെന്ന് ചാടിയാലും അത് നടക്കില്ല, അല്ലേ? അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു കഥയുണ്ട്, പാണ്ഡസൂർ ശിവന്. പാണ്ഡസൂർ എന്ന് പറയുന്നത് എന്താ പറയുക, പുരാണങ്ങളിലൊരു പഴയ കഥയാണ് കേട്ടോ. അപ്പോൾ അവിടെ വളരെ കാലം ഗുരുതരമായ പ്രതികാരം ചെയ്തു എന്നും പറയുന്നുണ്ട് വരാഹി ദേവി. അപ്പോൾ അവനിൽ നിന്ന് ശാശ്വത പദവിയുടെ അഭയം തേടുമെന്നും സൂചിപ്പിക്കുന്ന കിംവദന്തികളൊക്കെ പ്രചരിച്ചു. എന്തായാലും ഭൂമിയിൽ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്തും മാറ്റത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ടെന്ന് ശിവൻ പറഞ്ഞു. അതിനാൽ മറ്റൊരു സ്ത്രീ ലോകത്തിലേക്ക് കൊണ്ടുവരാത്ത സമാനമായ ഒരു സ്ത്രീയാൽ തന്നെ കൊല്ലപ്പെടണമെന്നുള്ള വരവാണ് ശിവനോട് പാണ്ഡസൂർ ചോദിച്ചിരുന്നത്. അതായത്
പാണ്ഡസുരൻ അങ്ങനത്തെ ഒരു സഹായമാണ് അഭ്യർത്ഥിച്ചത്. അങ്ങനെ ശിവൻ അങ്ങനെ ഒരു വരം നൽകി. ശക്തമായ സങ്കേതത്തിൻ്റെ സഹായത്തോടെ പാണ്ഡസുരൻ ഭൂമിയിലെ എല്ലാ സംശയാസ്പദമായ അഭ്യാസങ്ങളും ചെയ്യാൻ തുടങ്ങി. ഇതിൽ മടുത്ത ജനങ്ങളും ദൈവിക ജീവികളും ഉത്തരത്തിനായി ശിവൻ്റെ അടുത്തേക്ക് നീങ്ങി. ഒരു സ്ത്രീക്ക് പാണ്ഡസൂരനെ ഇല്ലാതാക്കാൻ കഴിയുമെന്നതിനാൽ അദ്ദേഹം അവരെ ശക്തി ദേവിയുടെ അടുത്തേക്ക് നയിച്ചു. അവരെ സഹായിക്കുമെന്ന് ശക്തി ദേവി പ്രതിജ്ഞ ചെയ്തു. അപ്പോൾ അവൾ വാരാഹി അമ്മൻ ദേവിയുടെ രൂപം ധരിച്ചു. അതായത് വാരാഹി ദേവി, ഒരു പന്നിയുടെ രൂപം ആണ് വാരാഹി ദേവി. അങ്ങനെ ഒരു ശരീരത്തോടു കൂടിയുള്ളൊരു ദേവി. അപ്പോൾ ആ സമയത്താണ് അദ്ദേഹം ഗണേശനുമായി പാണ്ഡസൂരനെ യുദ്ധം ചെയ്യുകയും അവനെ തകർക്കുകയും ചെയ്തു. പാണ്ഡൂർ വിട്ടുവീഴ്ച ചെയ്ത ധർമ്മദേവി വരാഹി അമ്മൻ പിന്നീട് പുനഃസ്ഥാപിച്ചു. അപ്പം ഇങ്ങനെ ഇതൊരു സ്റ്റോറിയാണ് കേട്ടോ. അതായത് വരാഹി അമ്മയുടെ ശക്തിയെ പറയുന്ന, അല്ലെങ്കിൽ ഇങ്ങനൊരു വരം ചോദിച്ച ശേഷം മൃഗരൂപം പൂണ്ട ദേവി അങ്ങനെ ജയിക്കേണ്ടി വന്നു. അങ്ങനെ ആണ് ആ ഒരു വ്യക്തിയെ, അതായത് പാണ്ഡസൂരനെ കൊലപ്പെടുത്തിയത്. അപ്പോൾ അത് തന്നെ വരാഹി ദേവിയുടെ ശക്തിനെയാണ് പറയുന്നത്. അതുപോലെ ദേവിയുടെ വേറൊരു കഥയുണ്ട്. അതായത് പുരാതന ഹിന്ദു കർഷണ ഗ്രന്ഥങ്ങൾ ദൈവിക ജീവികളുടെ സ്ത്രീ ഭാഗം ഉൾക്കൊള്ളുന്ന ശക്തികളായി മാതൃകളെ ചിത്രീകരിക്കുന്നു. വരാഹൻ്റെ സ്ത്രീ പങ്കാളിയാണ് വരാഹി ദേവി. ദേവി മഹാത്മ്യം അനുസരിച്ച് ദുർഗാദേവി തന്നിൽ നിന്ന് തന്നെ മാതൃകകളെ ഉണ്ടാക്കുകയും രക്തബീജ എന്ന ദുരാത്മാവിനെതിരെ പോരാടുന്നതിന് അവരെ നയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വരാഹി ദേവി കാട്ടുപോത്ത് സവാരി ചെയ്യുന്നതായി ചിത്രീകരിക്കുന്നു. അതേസമയം ഏറ്റവും, അതായത് ഒരുപാട് സേനയുമായി യുദ്ധത്തിനൊക്കെ പുറപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ വരാഹി ദേവിയും ആ യുദ്ധത്തിൽ പങ്കെടുത്തതായിട്ടും പറയപ്പെടുന്നു. അപ്പോൾ അത്രയും ശക്തിയായ ഒരു ദേവിയാണ്. എന്നാൽ വരാഹി ദേവിയുടെ ശക്തിയെ വർണ്ണിക്കുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് വരാഹി ദേവിയുടെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യ ദുഃഖം അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധി, ഇതൊക്കെ ദാരിദ്ര്യ ദുഃഖം മാറാനും അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധി, സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നത് വരാഹിയമ്മ ഭയങ്കര നല്ല ബ്ലെസ്സിങ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് എത്ര പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ വാരാഹിയമ്മയുടെ ശക്തി അറിയാൻ പറ്റും. അർദ്ധരാത്രിയാണ് കൂടുതലും പ്രാർത്ഥിക്കാറ്. നിദ്രാദേവി എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയും വാരാഹി ദേവിയെ രാത്രി ആരാധിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ വേഗം സാധിക്കും എന്നും പറയുന്നുണ്ട്. അപ്പോൾ അത് വാസ്തവമാണ്. രാത്രി ജപിച്ചു കഴിഞ്ഞാൽ ഉത്തമമാണ്. അതല്ല, നിങ്ങൾക്ക് ആ ഒരു സമയം പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺവീനിയൻറ്റ് ടൈം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയം പ്രാർത്ഥിക്കാം. എല്ലാത്തരം എതിരാളികളെയും നശിപ്പിക്കുക, വെറുപ്പുള്ളവളാക്കുന്ന ശക്തികളെ അല്ലെങ്കിൽ ആത്മാക്കളെ ഓടിക്കുക. ഒരു പോരാളി ദേവതയിൽ നിന്ന് അമാനുഷിക സമർത്ഥമായ സഹായം തേടുക, വിവേകവും നിശ്ചയദാർഢ്യവും ധൈര്യവും നേടുക, അപകടങ്ങൾ, വിട്ടുമാറാത്ത രോഗം, ജീവൻ അപകടങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൊക്കെ സംരക്ഷിക്കപ്പെടും. കുപ്രസിദ്ധിയോടും ഔദാര്യത്തോടും കൂടി വരാഹി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. അതിനാൽ നിങ്ങൾക്ക് പൊതുസമൂഹത്തിൽ നിങ്ങളുടെ പദവി ഉയർത്താനും കഴിയും. ശത്രുക്കളെ പരാജയപ്പെടുത്തുക, കാഴ്ച കീഴടങ്ങൾ ഇല്ലാതാക്കുക, ദുഷ്ടത ഇല്ലാതാക്കുക. ശക്തമായ ഊർജ്ജം വരാഹിയമ്മ നൽകി അവരെ അനുഗ്രഹിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഏറെക്കുറെ വരാഹി ദേവിയെക്കുറിച്ചുള്ള പുരാണങ്ങളിൽ പറയുന്ന കഥകളും അതുപോലെ തന്നെ വരാഹി ദേവിയുടെ മന്ത്രജപത്തിൻ്റെ ഗുണങ്ങളും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. കാര്യം വലിയ ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കെല്ലാം അത് അത്രയും കാണാൻ പറ്റും തോന്നുന്നുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒരു ഐഡിയ തന്നതാണ് ഞാൻ. അപ്പോൾ ഇത് ശരിക്കും സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ. അപ്പം ഇന്ന് ജപിക്കേണ്ട മന്ത്രം 21 തവണയാണ് ജപിക്കേണ്ടത്. അതേതാ മന്ത്രം എന്നുള്ളത് പറയാം, കൂടെ ജപിക്കുക. ഓം ജഗദംബായേ നമഃ. ഓം ജഗദംബായേ നമഃ.
ॐ जगदम्बायै नमः। 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 ॐ जगदम्बायै नमः।